പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം, നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. സമാധാനത്തോടെ കിടന്നുറങ്ങി കർത്താവ് നമ്മളെ ഉണർത്തി. കർത്താവ് ഉണർത്തിയതുകൊണ്ട് നാം ഉണർന്നു. ദൈവത്തിൻ്റെ സ്തോത്രക്കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്ന പച്ച ഞങ്ങളുടെ പോഷത്വങ്ങളും അറിവുകേടും ബലഹീനതയും പാപവും പരാജയവും കുറവും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അവിടുത്തെ രക്തത്താലൊന്ന് കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ സന്നിധി നിഷ്കളങ്കതയോടും നിർമ്മലതയോടും നല്ല മനസ്സാക്ഷിയോടും ശുദ്ധഹൃദയത്തോടും കൂടെ ദൈവസന്നിധിയിൽ ദൈവമേ എന്ന് വിളിച്ചങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് സ്വർഗം സഹായിക്കണമെന്ന് എൻ്റെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഈ തിരുവചനം അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കണമേ. ഈ കൂട്ടായ്മയെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ജീവിതങ്ങളോട് സംസാരിക്കണമേ. അടിയനെ കർത്താവെ ശബ്ദത്തെയും നാവിനെയും കരങ്ങളിൽ പരിസരത്തെ ശുദ്ധീകരിച്ചു തരണമേ. അസഹ്യപ്പെടുത്തുന്ന കർത്താവെ യാതൊരു അന്തരീക്ഷവും ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടാതെ കർത്താവെ ഈ 1 മണിക്കൂർ സമയം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് കേൾക്കുന്നവരെയും പറയുന്നവരെയും എല്ലാം കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റ് പ്രോബ്ലം ഉണ്ടാകാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവവചനം ശുശ്രൂഷിച്ച് കർത്താവെ അനുഭവങ്ങളും ഷെയർ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കൃപ നൽകണം. ദൈവനാമം മഹത്വത്തിന് വേണ്ടിയാക്കി തീർക്കണം. അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ചിട്ട് എല്ലാ പൈശാചികവും പ്രാകൃതവുമായ എല്ലാ അന്ധകാര ശക്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഭത്സിക്കുന്നു. അവിടുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വമെടുക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. എന്നെ ഈ കൂട്ടായ്മയിലെ ക്ഷണിച്ച വ്യക്തി എനിക്കറിയില്ല. സ്തോത്രം. എനിക്കൊരു ഇത് കിട്ടിയിട്ടില്ല. സ്തോത്രം. എങ്കിലും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാനങ്ങ് സമ്മതിക്കുകയായിരുന്നു. സ്തോത്രം ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. കേൾവിക്കാർക്കും ഇതിലേക്ക് മുഖാന്തരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്കും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. എല്ലാ നിലയിലും ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സെഫന്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സാധാരണ നിങ്ങളാണോ വായിക്കുന്നത് അതോ മെസ്സേജ് പറയുന്നവർ തന്നെയാണോ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനിടയാക്കട്ടെ. സെഫന്യാവ് 3-ന്റെ 13 മുതൽ നമുക്ക് വായിക്കാം. സ്തോത്രം. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല. ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സ്തോത്രം. അടുത്തത് സ്തോത്രം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. സ്തോത്രം. ഈ തിരുവചനം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. നമുക്ക് ഏകാഗ്ര ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നല്ലൊരു അന്തരീക്ഷം ദൈവം നമുക്ക് തരട്ടെ. സ്തോത്രം. എനിക്ക് മറ്റൊരു മീറ്റിംഗ് എല്ലാ ദിവസവും 6 മണി മുതൽ ഒരു പ്രെയർ ഞങ്ങൾക്കുള്ളതാണ്. എന്നാൽ സ്തോത്രം ഈ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ സ്തോത്രം അതിൽ നിന്നിറങ്ങി ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കുന്നു. ഈ സ്തോത്രം കൂട്ടായ്മയിൽ എനിക്ക് ആരെയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. സ്തോത്രം കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ചിറ്റാറിലാണ്. ഞങ്ങളുടെ വീട് ചെങ്ങന്നൂരാണ്. സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ സ്തോത്രം തിരുവനന്തപുരത്താണ്. എന്നാൽ അവിടെ നിന്ന് ഞാൻ 14 വയസ്സ് വരെ എൻ്റെ കുടുംബത്തിൽ ഞാൻ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം കർത്താവിൻ്റെ പാദത്തിങ്കിലേക്ക് ഇറങ്ങി തിരിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ സാക്ഷ്യം യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ പേര് റംല തോമസ് എന്നാണ്.
ഞാൻ 46 വർഷം കഴിഞ്ഞു കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിറങ്ങി തിരിച്ചിട്ട് ഇന്നേക്ക് 40 വർഷത്തിലധികമായി പൂർണ്ണ സമയം സുവിശേഷ വേലയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി. അന്നു മുതൽ ഇന്നുവരെയും കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 32 വർഷം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. രണ്ടുപേരും വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ചിറ്റാറിൽ ഇപ്പോൾ സഭാ ചാർജിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇതെന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ടും പറഞ്ഞതാണ്. ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കട്ടെ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, പോഷ്ക് പറയുകയുമില്ല. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദ രാജാവായ ആമോൻ്റെ മകനായ യോശിയാവിൻ്റെ കാലത്ത് ഹിസ്കിയാവിൻ്റെ മകനായ അമരിയാവിൻ്റെ മകനായ ഗദല്യാവിൻ്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. ഈ യഹോവ തൻ്റെ ജനത്തെ എല്ലാ കാലത്തും ശേഷിപ്പിക്കുന്ന ഒരു ശേഷിപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ഒരു ശേഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ കാലഘട്ടം എടുത്തു നോക്കിയാൽ നമുക്ക് അബ്രഹാം മുതൽ ഇങ്ങോട്ട് ആദാം തൊട്ട് തുടങ്ങിയാൽ ആദാമിൻ്റെ അതേ സ്തോത്രം വിശ്വസ്തയോടും കർത്താവിൻ്റെ സ്നേഹത്തോടും കർത്താവിന് വസിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടി ദൈവം പ്രത്യേക നിലയിൽ സൃഷ്ടിച്ചാക്കി വെച്ച ഒരു സ്തോത്രം അതേ വ്യക്തിയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സ്തോത്രം ഒരുക്കി കൊണ്ടുവന്ന് ആക്കി വെച്ച സ്ഥാനത്ത് അബ്രഹാം അല്ലെങ്കിൽ ആദാം അവിശ്വസ്തനായി തീർന്നു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് അതേ ചെയ്തു. പ്രൈസ് കൽപ്പന ലംഘിച്ചതുകൊണ്ട് ആദാമിൻ്റെ അവകാശത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. ആദാമിൻ്റെയും ഹവ്വയുടെയും കാലഘട്ടം എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അബ്രഹാമിൻ്റെ സ്തോത്രം ലോത്തിൻ്റെയും കാലഘട്ടം എടുത്തു നോക്കിയാൽ അതിനുശേഷം നമ്മൾ സ്തോത്രം ഇങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ദൈവം ഓരോ ശേഷിപ്പ് ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെ തെരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നും അതുപോലെ തന്നെയാണ് ദൈവം എന്ന് കർത്താവിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവപ്രവൃത്തി സ്തോത്രം. ദൈവപ്രവൃത്തി നമ്മൾ ഓരോരുത്തരോടും കൂടെ ഇരുന്ന് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാൻ കർത്താവിന് നമ്മളോട് കരുണ കാണിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്തോത്രം ദൈവം ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരായി. കാരണം സ്തോത്രം നമുക്കറിയാം, എല്ലാ കാലത്തും ഞാൻ പറഞ്ഞല്ലോ ഒരു ശേഷിപ്പ് ദൈവം കണ്ടിട്ടുണ്ട്. ഇവിടെയും പറയുന്നു സ്തോത്രം ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ അവരുടെ വായിൽ എന്തുണ്ടാകത്തില്ല, സിയോൻ പുത്രിയെ അതേ
തടസ്സമുണ്ട്. നമുക്ക് പ്രാർത്ഥനയിൽ ഇരിക്കുന്നിടത്ത് തന്നെ നമുക്ക് തന്നെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് ബ്ലോക്കെല്ലാം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം സ്തോത്രം. വലിയൊരു പോരാട്ടമായി തീർന്നിരിക്കുക. യേശുവിൻ്റെ രക്തം ജയം. സ്വർഗീയ പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓഷത്വങ്ങളോ അറിവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ കൂട്ടായ്മയെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വത്തിനു വേണ്ടി ദൈവം ഒരു ശേഷിപ്പായി കണ്ടിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അതരത്തെയും കാത്ത് രാത്രി ഇത് തന്നെയായിരുന്നു. ഇന്നലെ ദേവദാസിന് ഒട്ടും പറയാൻ പറ്റുന്ന പോലെ ബ്രേക്ക് ചെയ്ത് സൂര്യോടുള്ളൊരു പോരാ. എട്ടാം അധ്യായത്തിൻ്റെ പ്രൈസലോ സ്തോത്രം അതിൻ്റെ 44 വാക്യം ഒന്ന് വായിക്കാമോ? യേശുവിൻ്റെ രക്തം ജയം. സ്തോത്രം. എട്ടാം അധ്യായത്തിൻ്റെ 40 സ്തോത്രം അതെ 4 വാക്യം. ഏത് ബുക്കാ ആന്റി? ഏത് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ സ്തോത്രം അതിൻ്റെ നിങ്ങൾ സ്തോത്രം പ്രൈസ് ലോ സ്തോത്രം 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 സ്തോത്രം. ഇവിടെ നമുക്ക് യോഹന്നാൻ 8:44 നിങ്ങൾ പിശാചെന്ന പിതാവിൻ ആദി മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായികൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇത് യഹൂദന്മാരോട് കർത്താവ് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. പ്രൈസ് ലോ സ്തോത്രം. അപ്പോൾ കർത്താവ് സത്യത്തിലേക്ക് വന്നു, സത്യമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ അവരെ സ്നേഹിച്ച് സ്വന്തം ജനത്തെ സ്നേഹിച്ച് സ്വന്തം ജനത്തെ രക്ഷിപ്പാനായിട്ട് വന്നു. കർത്താവ് സത്യം പറയുന്നു, എന്നാൽ സ്തോത്രം പിശാച് ഭോഷ്ക് പറയുന്നു. അപ്പൊ ഇവിടെ കർത്താവ് പറയുക, ഒരു ശേഷിപ്പിനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്ക് വിശുദ്ധ ജനമായിരിക്കും, അവരെനിക്ക് നീതി സ്തോത്രം ഉള്ളവരായിരിക്കും. നീതികേട് അവരുടെ നാവിൽ ഉണ്ടാകുകയില്ല. സ്തോത്രം. അവർ സത്യത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജനമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മളൊന്ന് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാലും അതിൻ്റെ പിൻപിൽ പൈശാചികവും പ്രാകൃതമായ ഒരു ദുഷ്ടശക്തി സ്തോത്രം വ്യാപരിച്ച് നമ്മളെയൊക്കെ എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. ഏത് കുഞ്ഞുങ്ങളെ എടുത്തു നോക്കിയാൽ
അതേ യൗവനക്കാരെ എടുത്തു നോക്കിയാൽ, ചുറ്റുവട്ടം നോക്കിയാൽ, അതേ പ്രവർത്തിക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയും പാടുന്നവരെയും ഒക്കെ എടുത്തു നോക്കിയാൽ അതിനകത്തുനിന്നെല്ലാം കർത്താവിന് വേണ്ടിയുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവം തനിക്കായിട്ട് വേർതിരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ശുദ്ധീകരിച്ചവനെ, ദൈവം ശക്തീകരിച്ചവനെ, ദൈവം നീതീകരിച്ചവനെ, ദൈവം സ്തോത്രം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവനെ ഏത് കാലഘട്ടത്തിലും ശുദ്ധീകരണത്തിൽ കൂടി കടത്തിവിടും. അവരെ ഒരുപക്ഷെ തീച്ചുളയിൽ കൂടി ആയിരിക്കാം, കഷ്ടതയെന്ന രോഗത്തിലൂടെ ആയിരിക്കാം, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ കൂടി. ഈ പ്രതിസന്ധി വരുന്നതും ഈ പ്രതികൂലങ്ങൾ വരുന്നതും നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മളെ ജീവിപ്പിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ ഓരോ പൊന്നുപോലെ നമ്മളെ പുറത്തു കൊണ്ടുവരണം. ഏത് പൈശാചികവും പ്രാകൃതവുമായി അന്തരീക്ഷത്തിനകത്ത് കിടക്കുന്നവരെ ഒരു ശുദ്ധീകരിച്ച് ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യഹൂദന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എങ്ങനെയുള്ളത് ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. പിശാചിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാൻ, പിശാചിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനോ നിങ്ങളോട് സത്യം പറയുന്നു. സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. എന്താ കർത്താവ്? അവർ വിചാരിച്ചതുപോലെ അതേ രാജകൊട്ടാരത്തിലല്ല അവൻ്റെ ജനനം, രാജകീയമായ പ്രൗഢിയോടുകൂടിയല്ല അവൻ്റെ ജീവിതം, രാജകീയമായ വസ്ത്രമല്ല അവൻ ധരിച്ചിരിക്കുന്നത്, രാജകീയമായ പദവിയിൽ കൂടിയല്ല അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും അവനൊരു വ്യത്യസ്തനായി മാറി നിൽക്കുകയാണ്. ജനനം തന്നെ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു സാധാരണയിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ്റെ ജനനത്തിന് ഭൂമിയിലേക്ക് അവനെ പിറന്നു വീഴുവാൻ ഒരു സ്ഥലമോ ഒരു കൊട്ടാരമോ ഒരു വീടോ ഇല്ലായിരുന്നു. വഴിയരികിൽ എവിടെയോ അല്ലെങ്കിൽ സ്തോത്രം അങ്ങനെ അവൻ പുറത്തു വന്നു. അവനെ കൊണ്ട് കിടത്തിയത് ഒരു സ്തോത്രം മാട്ടിൻ്റെ തൊഴുത്തിൽ അല്ലെങ്കിൽ ഒരു പശു തൊഴുത്തിൽ അവനെ കൊണ്ട് കിടത്തി. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അവൻ സാധാരണയിൽ സാധാരണക്കാരനായി അവൻ വളർന്നു വന്നു. അവൻ തച്ചൻ്റെ മകനായിട്ട് പ്രൈസ് ദി ലോർഡ് അവൻ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. 30 വയസ്സ് വരെയും അവനെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ മറഞ്ഞിരുന്നു. എന്നിട്ട് അവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ജനത്തെ രക്ഷിക്കേണ്ടതിന്, ഈ ജനത്തിനു വേണ്ടി തൻ്റെ ചങ്കിലെ ചോര ഊറ്റിക്കൊടുത്ത് വേർതിരിച്ചെടുക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് പൈശാചികന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ, ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ, ശിക്ഷയുടെ അധികാരത്തിൽ കിടക്കുന്ന ജനത്തെ, ആരാധനയുടെ വ്യവസ്ഥയില്ലാതെ തെറ്റിക്കിടക്കുന്ന ജനത്തെ ഒന്ന് ശുദ്ധീകരിച്ച് വ്യവസ്ഥ പ്രകാരം കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് ഒരു പദ്ധതിയിട്ടു. ഈ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ സ്തോത്രം അവർ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർ നോക്കുമ്പോൾ അതേ മറ്റ് രാജകീയ പ്രൗഢിയോടുകൂടെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സ്തോത്രം ജനം ഈ ലോകത്തിൻ്റെ അധിപതിയായ ദുഷ്ടപിശാച് അവനെ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ഈ ലോകത്തിൻ്റെ അധിപതി അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചു. സ്തോത്രം. ആ കുരുട്ട് കണ്ണുകളെ തുറക്കാനും ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനും എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും പ്രമാണികൾക്കും പുരോഹിതന്മാർക്കും ആ കാലഘട്ടത്തിൽ അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ അവൻ സത്യത്തിൻ്റെ സാക്ഷിയായി പ്രൈസ് ദി ലോർഡ് ലജ്ജിപ്പാൻ വകയില്ലാത്തവനായി നീതി പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തിൻ്റെ സാക്ഷിയായി അവൻ നിലകൊള്ളുമ്പോൾ ദുഷ്ടപിശാച് അവനെ തകർത്ത് കളയുവാൻ, അവനെ ഒതുക്കിക്കളയുവാൻ, അവനെ മുടിച്ചു കളയുവാൻ ആരവാരം മുഴക്കി അതിൻ്റെ പദ്ധതി ഇട്ടപ്പോഴും
പിശാചിന് അറിയത്തില്ല ഇവനെ എങ്ങനെ ഒതുക്കിയാലും സ്തോത്രം അവൻ പുറത്തു വരുമെന്ന്. ഇന്ന് അതേ സ്തോത്രം പകലിൽ ദൈവമക്കളെ, നമ്മളെയും നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്തിൽ നിന്ന്, നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്തു നിന്ന്, നമ്മൾ പാർക്കുന്ന പാർപ്പിടത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് സ്വർഗം നമ്മളെ ഒന്ന് വേർതിരിച്ചിരിക്കുകയാണ്. എപ്പോഴും ദൈവം വേർതിരിച്ചവർ വ്യത്യസ്തമായ അനുഭവത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ദൈവമക്കൾ മറക്കരുത്. സ്തോത്രം. എല്ലാ സാഹചര്യത്തിലും ചിലപ്പോൾ അവർക്ക് പരീക്ഷ കാണത്തില്ല, നമുക്കായിരിക്കാം പരീക്ഷ. അവർക്ക് പ്രതികൂലങ്ങൾ കാണത്തില്ല. ഒരുപക്ഷെ സ്തോത്രം ദൈവം വേർതിരിക്കപ്പെട്ട പൈതലിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതികൂലത്തിൽ കൂടി കടന്നുപോയെന്ന് വന്നേക്കാം. അപ്പോൾ നമുക്കൊന്നും ചോദിക്കാൻ കഴിയത്തില്ല. അപ്പോഴൊക്കെ നമ്മൾ നോക്കേണ്ടത് ആ ക്രൂസിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ നാവിനെയും ദൈവം ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. നമ്മളെ അതിൽ നിന്ന് ഒന്ന് വേർതിരിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് സ്തോത്രം, വേർതിരിക്കപ്പെട്ട ജനത്തെ ദൈവം വഴി നടത്തിക്കോളും. രണ്ടാമത്തെ വിഷയത്തിലേക്ക്, അവരുടെ എന്തില്ല? ഇസ്രായേൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് സ്തോത്രം ചതിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളും പാർക്കുന്നത്. ചതിക്കുന്ന കൂട്ടത്തിലല്ല, വിശുദ്ധിക്ക് വേണ്ടി വിശ്വാസത്തിനു വേണ്ടി വേർതിരിഞ്ഞ് നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റിയിരിക്കുന്നു. അതേ സ്തോത്രം, ഭൂമിയിൽ വെച്ച് ഒരു ന്യായവിധി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ശുദ്ധീകരിക്കപ്പെട്ട ജനത്തോട് പറയുക, ഇനി നീ എന്ത് ചെയ്യണം? നീ ഘോഷിച്ചാനന്ദിക്കണം. ഇസ്രായേലെ നീ ആർപ്പിടണം. എന്തിനാണ് നീ ആർപ്പിടേണ്ടത്? എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, പൈശാചിക ബന്ധനത്തിൽ നിന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ പാരമ്പര്യത്തിൻ്റെ ദുഷ്ടശക്തിയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. എന്നിട്ട് പറയാ, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ നീ പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? സ്തോത്രം സ്തോത്രം. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി സന്തോഷിച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. സന്തോഷിച്ച് ആനന്ദിക്കാൻ. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ എന്താണ് നീ സന്തോഷിച്ചുല്ലസിക്കേണ്ടത്? പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും നിന്നെ വിടുവിച്ചതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ന്യായവിധികളെ കർത്താവ് മാറ്റിയത് കൊണ്ട് നീ സന്തോഷിച്ചുല്ലസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. സന്തോഷിച്ചുല്ലസിക്കുക. ന്യായവിധി എന്താണ്? ന്യായവിധി. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമ്മുടെ മുൻപിൽ നമുക്കറിയാം, അതേ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ കർത്താവ് സ്തോത്രം അത് ആചരിക്കേണ്ടതും അത് പ്രവർത്തിക്കേണ്ടതും അത് അനുഷ്ഠിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ രീതികൾ കർത്താവ് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. കർത്താവായ യേശു, അതേ പിതാവായ ദൈവം, അതേ സ്തോത്രം സ്തോത്രം, ജനത്തിൻ്റെ കൂടെ വസിപ്പാനും ജനം അവരോടുകൂടെ ആയിരിക്കാനും അതേ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു. എന്നാൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ പിശാച് ദൈവത്തിൽ നിന്ന് ഓരോ രീതി പറഞ്ഞ് അകറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രമാണം തെറ്റിച്ചു. ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ വഴിവിട്ടു പോന്നു, ഉപദേശം വിട്ടു, ആരാധന വിട്ടു പോന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ന്യായവിധി പല രീതിയിലുള്ള ന്യായവിധി ഉണ്ട്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഏത് വിധത്തിലുള്ള ന്യായവിധിയാണെങ്കിലും അതെ, നീ വിശുദ്ധിയോടും വിശ്വസ്തയോടും നല്ല മനസ്സാക്ഷിയോടും ശുദ്ധ ഹൃദയത്തോടും പ്രമാണത്തെ മുറുകെ പിടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കാൻ നീ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിൻ്റെ നേരെ വരുവാനിരുന്ന അനർത്ഥം അല്ലെങ്കിൽ നിന്റെ തലമുറയ്ക്കെതിരെ വരുവാനിരുന്ന അതേ ന്യായവിധിയെ സ്വർഗം മാറ്റിയിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാ നമ്മളോട് പറയുക. ഈ പകൽക്കാലം നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമെന്ന്, അതേ ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമുക്കെതിരെ തൊടുത്തുവിട്ട ദുഷ്ടന്റെ തീയമ്പുണ്ടല്ലോ, അത് ന്യായവിധി പോലെ നമ്മുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റി. ഇനി ഒന്നുകൂടെ ഇറങ്ങിച്ചെന്ന്
അവിടെ കാണാൻ കഴിയുന്നത്, സ്തോത്രം, അടുത്തത് 15-ാം വാക്യം, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യരാരും നമുക്ക് ശത്രുവല്ല. പൈശാചികവും പ്രാകൃതമായ ദുഷ്ടശക്തി അകറ്റിക്കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ സന്തോഷിച്ചുല്ലസിക്കുക. ഒന്ന്, നിന്റെ നേരെ വന്ന ന്യായവിധികളെ ഞാൻ മാറ്റിയത് കൊണ്ട് നീ സന്തോഷിക്കുക. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നപ്പോൾ നിനക്ക് സന്തോഷിച്ചുല്ലസിക്കാൻ വകയുണ്ട്. മൂന്നാമത് കർത്താവ് പറയാ, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ കുടുംബത്തിന്റെ നായകനാണ്, നിന്റെ തലമുറയുടെ രക്ഷകനാണ്, എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കർത്താവ് പറയുക, നിന്റെ ശത്രു നിന്നെ മുൻപോട്ട് വിടാതെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇസ്രായേൽ ജനം ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുൻപിൽ അവരെ പിന്തുടർന്നു കൊണ്ടിരുന്ന ആ ശത്രുവിനെ അവരുടെ അതേ, സ്തോത്രം, ഭാഗത്തും നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ പിന്തുടർച്ച ശക്തികളെ ഏതെങ്കിലും വിധത്തിൽ അതേ ദൈവമക്കളെ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, രോഗത്തിന്റെ അനുഭവത്തിലാണോ, പ്രാർത്ഥിച്ചിട്ട് നീക്കുപോക്കില്ലാതെ കിടക്കുന്ന വിഷയമാണോ, നിന്റെ തലമുറയെ ശത്രു പിടിച്ച് അമക്കി വെച്ചിരിക്കുന്ന വിഷയമാണോ, നിന്റെ ജോലിയിലുള്ള പ്രതിസന്ധിയാണോ, കുടുംബജീവിതത്തിന്മേൽ അവകാശം പറഞ്ഞ് കടന്നു വരുന്ന ആ പൈശാചിക ശത്രുവാണോ, ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, അതിനെ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുക. ഇനി അത് നിന്റെ മേൽ ആധിപത്യം നടത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. അവിടെ പറയുന്നു, അതേ യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ. അപ്പം അതൊന്ന് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ സ്തോത്രം, സ്തോത്രം, വചനങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ. ഒന്ന് വായിക്കാമോ? 21-ാമത്തെ വാക്യം വായിക്കാമോ? 14-21. യേശുവിന്റെ രക്തത്താൽ ജയം. സ്തോത്രം, 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 സ്തോത്രം. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി പിരിഞ്ഞു. സ്തോത്രം. അവിടെ യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ഉണങ്ങിയ നിലം. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. സ്തോത്രം. ഇപ്പൊ എനിക്ക് അവിടെ തന്ന വിഷയം എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ 20-ാം വാക്യം കൂടെ, രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യം ഇസ്രായേലരുടെ സൈന്യം തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. സ്തോത്രം. എന്നിട്ട് അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രി പ്രകാശമാക്കി കൊടുത്തു. നോക്കിക്കോ, ഒരുമിച്ച് യാത്ര ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇസ്രായേൽ ജനം മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ രാത്രി പ്രകാശമായി മാറി. പക്ഷെ അവരെ പിന്തുടരുന്ന അവരെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാതിരിക്കാൻ വേണ്ടി അവരെ പിന്തുടർന്ന ശക്തിക്ക് കർത്താവ് ആരായി മാറി? ഇരുട്ടായി, അന്ധകാരമായി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു. അവർക്ക് അന്ധകാരം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരാ. ശേഷിച്ച ജനത്തെയും ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ജനത്തെയും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ ശേഷിച്ച ജനത്തെ പിന്തുടരുന്ന ശക്തിയോട് ദൈവം ചെയ്യുന്ന ന്യായവിധിയെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷേ ഒരുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വേർതിരിക്കപ്പെട്ട ജനത്തിന് ഈ പ്രതികൂലം പുറകെ പിന്തുടർന്നുകൊണ്ടിരിക്കുക ഫറവോന് സൈന്യം. പക്ഷേ ആ വരുന്ന സൈന്യത്തിന്റെ മുൻപിൽ, അതെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ വെളിച്ചമായി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ
നിനക്കവൻ വെളിച്ചമായി തീരുമ്പോൾ നിന്റെ പുറകെ വരുന്ന ശത്രുവിന് അവൻ അന്ധകാരമായി മാറുകയാ. സ്തോത്രം, സ്തോത്രം. അന്ധകാരമായി, ഇരുട്ടായി. പ്രൈസ് ദി ലോർഡ്. അവന്റെ പൂർണ്ണതയിൽ അവനെ കൊണ്ടെത്തിക്കാതെ അവനെ എന്ത് ചെയ്തെന്നറിയാമോ? അവനെ മുക്കിക്കളഞ്ഞു. സ്തോത്രം. അപ്പൊ ശേഷിച്ച ജനത്തെക്കുറിച്ചും വേർതിരിക്കപ്പെട്ട ജനത്തെക്കുറിച്ചും ശുദ്ധീകരിക്കപ്പെട്ട ജനത്തെക്കുറിച്ചും ന്യായവിധി മാറ്റിയ ജനത്തെക്കുറിച്ചും പറയാം. അവരെ പിന്തുടർന്നുകൊണ്ടിരുന്ന ന്യായവിധിയുടെ ശക്തിയായാലും അതേ പോഷ്കിന്റെ അനുഭവമായിരുന്നാലും പൈശാചിക പ്രാകൃത ശക്തിയായിരുന്നാലും അവരെ പിന്തുടർന്നുകൊണ്ട് ശത്രു ഏതാണോ അതിനെ ദൈവം എന്ത് ചെയ്തു? മഹാശക്തിയുള്ള, സ്തോത്രം, ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് അവർക്ക്, അപ്പൊ ഈ കാറ്റ് മുൻപേ പോയ ഇസ്രായേൽ ജനത്തിന് ഇത് അനുഗ്രഹവുമായി, പിന്തുടർന്നിരുന്ന ശക്തിക്ക് ഇത് പ്രതികൂലവുമായി മാറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. ഈ പോരാട്ടം തകർക്കുവാൻ വേണ്ടിയല്ല, ഇത് നിനക്കൊരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയാ. ഈ വെല്ലുവിളി നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ. ഉടമനഹത്തുരാധികസിയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ പോരാട്ടം പ്രൈസ് ദി ലോർഡ് നീ തികഞ്ഞവനായി തീരാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തിൽ. ഓ സ്തോത്രം, സ്തോത്രം. ഇതൊരു ഒരു താഴ്വരയിൽ നിന്ന് ഒരു സ്തോത്രം ഉയർച്ചയിലേക്ക് ദൈവം നടത്തുവാൻ വേണ്ടിയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, താഴ്വരയിലെ ശുശ്രൂഷ കഴിഞ്ഞു. താഴ്ചയിലല്ല ഇനി നീ കിടക്കേണ്ടത്. ഇനി നീ ശത്രുവിന്റെ അരികത്തുനിന്ന് നുള്ളിപ്പറക്കിക്കൊണ്ടിരിക്കുകയല്ല. ശത്രുവിനെ ദൈവം അവിടെ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് നിനക്കൊരു സ്വസ്ഥതയുള്ള അതേ ജീവിതം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയുക, അതിൻ്റെ 22-ാം വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്തെന്നറിയാമോ? കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. നോക്കിക്കേ, ഒരുമിച്ച് വന്ന ജനത്തിന് ഇരുട്ട്, അന്ധതമസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നിട്ട് ദൈവം വേർതിരിക്കപ്പെട്ട ജനം ഇതങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ പിന്തുടർന്ന ശക്തി അത് ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഉണങ്ങിയ നിലത്ത്, സ്തോത്രം, സ്തോത്രം. ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന ചില ദൈവമക്കളോട് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബീന, അജയ് പറയട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശക്തി, വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി, പോരാടിക്കൊണ്ടിരിക്കുന്ന അതൊട്ട വ്യാപാരം ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതിരിട്ടിട്ട് അതിരിടുകയാ. ഇനി നിന്നെ ആ ശക്തി എന്ത് ചെയ്യത്തില്ല? പിന്തുടരത്തില്ല. കർത്താവ് പറഞ്ഞത്, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. സ്തോത്രം. കർത്താവ് നിന്റെ മധ്യേ ഉണ്ടെന്ന് എങ്ങനെ ശത്രുവിന് തെളിയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. രണ്ട് ഭാഗത്തും വെള്ളത്തെ മതിലാക്കി നിർത്തി ആ വെള്ളത്തിന്റെ നടുവിലൂടെ നിനക്ക് വഴിയൊരുക്കി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, വെള്ളത്തെ മതിലാക്കി നിർത്തി. 2018 നമുക്കറിയാം, മതിലുകളെല്ലാം പൊളിച്ച് ഒരു നിരപ്പ് വരുത്തിയതാണ്. അതേ 2018 വെള്ളപ്പൊക്കം. എന്നാൽ ഇവിടെ പറയുക, ഈ വെള്ളം നിനക്ക് ഞാൻ മതില. സ്തോത്രം, സ്തോത്രം. നിനക്ക് ഞാൻ സുരക്ഷിതമാ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാല യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതേ ഗ്രേസി, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജിൻസി, എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, പിന്തുടർന്നുകൊണ്ടിരുന്ന ശക്തി. എങ്ങനാ പിന്തുടർച്ച? പ്രൈസ് ദി ലോർഡ്. ഞെക്കിക്കളയുവാൻ, മുക്കിക്കളയുവാൻ, കൊന്നുകളയാൻ. പക്ഷെ നിന്നെ ദൈവം ശേഷിപ്പുള്ള ജനത്തെ അക്കരെ കടത്തിയിട്ട് പിന്തുടർന്നുകൊണ്ടിരുന്ന ശക്തി. ആ ഉണങ്ങിയ നിലത്ത് അവൻ അതേ വന്നു. ഇവനും അക്കരെ കടക്കാമെന്ന് പ്രതീക്ഷിച്ച്, പക്ഷെ സെക്കൻഡ് കൊണ്ട്, നൊടി നേരം കൊണ്ട് അവന്റെ രഥചക്രത്തിന്റെ ഓട്ടം താറുമാറാക്കി അവന്റെ പദ്ധതിയെ പൊളിച്ചു കളഞ്ഞിട്ട് അതിനകത്തൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവം, നമുക്ക് ദൈവം വഴിയൊരുക്കി, നമ്മുടെ തലമുറയ്ക്ക് ദൈവം വഴിയൊരുക്കി തന്നു. സ്തോത്രം. അവനെ അവിടെ മുക്കിക്കളഞ്ഞു. അവനത് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല.
സ്തോത്രം. അവനെ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയെ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവാഗ്നി മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമെ സൈന്യത്തെ ഒന്ന് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി തീർത്തു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്തുടരുന്ന ശക്തിയോട് തിരിഞ്ഞു നിന്ന് നിനക്ക് അവകാശത്തോടെ, അധികാരത്തോടെ, അഭിഷേകത്തോടെ നിനക്ക് പറയാൻ കഴിയും, ഇനി നിനക്ക് എന്നെ പിന്തുടരാൻ പറ്റത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. മതി. ഇനി എൻ്റെ തലമുറ പിന്തുടരാൻ പറ്റത്തില്ല. ഇനി എൻ്റെ കുടുംബത്തെ പിന്തുടരാൻ പറ്റത്തില്ല. ഇനി എൻ്റെ ശുശ്രൂഷയെ നിനക്ക് പിന്തുടരാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം. ദൈവമൊരുക്കിയ വഴിയെ നിനക്കടച്ചു കളയാൻ പറ്റത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടുത്തത് പറയുകയാണ്. അപ്പൊ ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നിന്നെ പിന്തുടർന്നുകൊണ്ടിരുന്ന ശത്രുവിനെ ദൈവം നീക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവ് യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. ഏതെങ്കിലും നിലയിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, രോഗവിഷയമായിട്ട് ചില വ്യക്തി ജീവിതങ്ങൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഏതെങ്കിലും നിലയിൽ നീ ഭയപ്പെടുന്നെങ്കിൽ, നിയമങ്ങളെയോ അധികാരങ്ങളെയോ രാഷ്ട്രങ്ങളെയോ കോടതികളെയോ നീ ഭയപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മ പറയാ, ഇനി നീ അതിനെ ഭയപ്പെടരുത്. സ്തോത്രം. ഭയപ്പെടരുത്. യേശുവിൻ്റെ നാമത്തിൽ നീ എടുത്ത തീരുമാനം കറക്റ്റാണ്. നീ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കാൻ തീരുമാനിച്ചത് കറക്റ്റാണ്. നീ ഇത് ചെയ്യാൻ തീരുമാനിച്ച കറക്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിൽ കൂടി ഒരാത്മാവെങ്കിലും നിന്നിൽ കൂടി രക്ഷിക്കപ്പെട്ടു വന്നാൽ അത് ദൈവനാമ മഹത്വത്തിനായി കാര്യം തീർക്കും. ഒരു കാര്യം ഓർക്കണം, നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ആയി തീരണം എന്ന് നീ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒരിക്കലും അതിനകത്തൊരു മാനുഷിക ശക്തി കയറരുത്. അതിനകത്ത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഒരു മാനുഷികമായ മഹത്വം വെളിപ്പെടരുത്. ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി വരുന്ന യുദ്ധങ്ങളെ നീക്കിക്കളയും. നിന്റെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളെ കർത്താവ് ശാസിക്കും. നിന്റെ മുൻപിൽ നിൽക്കുന്ന ന്യായവിധികൾക്ക് ദൈവം അതിരിടും. നിന്നെ പിന്തുടരുന്ന ശക്തിയെ അന്നുകൊണ്ട് ദൈവം അതിനെ അവസാനിപ്പിക്കും. ഇന്ന് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ദൈവമക്കളോട് പറയുക, സ്വർഗ ന്യായവിധി അഴിച്ചു മാറ്റിയാൽ, ശത്രുവിനെ ദൈവം നീക്കിക്കളഞ്ഞാൽ, ശത്രുവിനെ സ്തോത്ര ദൈവം നീക്കിക്കളഞ്ഞാൽ പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. അടുത്ത വിഷയത്തിലേക്ക് വന്നേ. ഏതെങ്കിലും രീതിയിൽ നീ ഭയപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ഈ രോഗം നിന്നെ കൊല്ലുവാൻ വേണ്ടിയല്ല, ഈ രോഗം നിന്നെ തകർക്കുവാൻ വേണ്ടിയല്ല, ഈ വിഷയം നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. ദൈവം ആരാണെന്ന് നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്നു പോകരുതേ. സ്തോത്രം എന്ന് ഞാൻ ഓർപ്പിക്കുക. അപ്പൊ പിന്തുടർന്നുകൊണ്ട് ആ ശക്തികളെ ദൈവം നീക്കി. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മ പറയുന്ന അടുത്ത വിഷയം നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, നീ ഭയപ്പെടരുതെന്നും സിയോനോട്, സ്തോത്രം, സ്തുതിക്കുന്നവനെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആരാധിക്കുന്നവനെ നിങ്ങൾ സ്തോത്രം 1 മണിക്കൂർ അന്യഭാഷയിൽ ആരാധിച്ചു കൊണ്ടിരുന്നില്ലേ? ആ ആരാധനയുടെ നടുവിൽ നമുക്ക് പ്രയാസമുള്ള എത്രയെത്ര വിഷയങ്ങൾ സ്വർഗം അവിടെ നമുക്ക് പരിഹരിച്ചു തന്നു. നിങ്ങൾ ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ ആരാധിച്ചു കൊണ്ടിരുന്നില്ലേ? അപ്പോഴെന്തെല്ലാം കാര്യങ്ങൾ ആ പരിശുദ്ധാത്മാവ് ചെയ്തത്? ദൂതനെ അയച്ചു. ദൂതൻ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞില്ല. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് ആത്മാവ് മധ്യസ്ഥ ചെയ്ത് ആ ന്യായവിധിയെ നീക്കി, ആ ശാപങ്ങളെ അഴിച്ചു, ആ രോഗങ്ങളെ സൗഖ്യമാക്കി. നിയമത്തിന് വിരോധമായി നിന്ന ചില ബില്ലുകൾ പാസ്സായി. ചില രേഖകൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില
രേഖകൾ പാസ്സായി, ചില ബില്ലുകൾ നിനക്ക് അനുകൂലമാക്കി തീർത്തു എന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ദൈവമക്കളോട് പറയുക. സ്തോത്രം. എന്തൊക്കെ ചെയ്തുള്ളൂ? സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതേ ഉള്ളൂ, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചതേ ഉള്ളൂ, ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചതേ ഉള്ളൂ, പ്രതിഫലയിച്ചയില്ലാതെ ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരുടെ മുഖത്തു നോക്കിക്കൊണ്ടല്ല, കർത്താവ് എന്നെ കാണുന്നു, കർത്താവ് എന്നെ അറിയുന്നു, കർത്താവാണ് എന്നെ നടത്തുന്നത് എന്നുള്ള വിശ്വാസത്തോടെ നീ ആരാധിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാ അതിൻ്റെ പിൻപിൽ സംഭവിച്ചതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് അത് ചെയ്തു. അത് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്നൊരു വാക്യം എനിക്ക് ദൈവാത്മാ ഓർമ്മപ്പെടുത്തുന്നത് മത്തായി 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്കൊന്ന് വരാം. എന്താണ് പരിശുദ്ധാത്മാവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. എനിക്കിങ്ങനെ കൂടുതൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വെളിപ്പാടുകൾ തരും. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും എൻ്റെ വചനത്തിൽ ഈ ഒത്തുപ്രസംഗം ഒത്തുവാക്യമൊന്നും ചിലപ്പം കുറിച്ചെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം തരുന്ന വെളിപ്പാടാണ് ഞാൻ കൂടുതലും പറയുന്നത്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. സ്തോത്രം. നോക്കിക്കേ, യാത്രയിൽ സ്തോത്രം ചിലതിനെ വേർതിരിക്കുന്നു. ഇവിടെ പറയുക, യേശു അവിടെ നിന്ന് പോകുമ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് കർത്താവ് അടുത്ത മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത അതേ ഗ്രാമത്തിലേക്ക്, അടുത്ത പ്രാദേശിക സ്ഥലങ്ങളിലേക്ക് കർത്താവ് സഞ്ചരിക്കുമ്പോൾ നിന്ന സ്ഥലത്ത് ഒരു വ്യക്തിയെ ദൈവം വേർതിരിക്കുക, അല്ലേ? അവിടെ അങ്ങനെയാണല്ലോ വായിച്ചത്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ സ്തോത്രം ആയിരുന്ന സ്ഥലത്തു നിന്ന് കർത്താവ് സഞ്ചരിച്ച് അതേ മറ്റൊരു സ്ഥലത്തേക്ക്, മത്തായി എന്ന് പേരുള്ള, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ കൂട്ടായ്മ നിമിത്തം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഈ പ്രഭാതത്തിൽ പറയട്ടെ, ദൈവത്തെ അനുഗമിക്കുവാൻ, ദൈവത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി, യേശുക്രിസ്തുവിൻ്റെ അംബാസഡറായി ദൈവത്തിന് വേണ്ടി അടുത്ത് സഞ്ചരിക്കുവാൻ ഒരാളെ ദൈവം അതിനകത്തുനിന്ന് തെരഞ്ഞെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ചുങ്കക്കാർ, നമ്മൾ വിചാരിക്കുന്ന നീതിമാന്മാരെ രക്ഷിക്കാനാണ് യേശു വന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ലിനി മോൻസി, യേശുവിൻ്റെ നാമത്തിൽ നീതിമാന്മാരെ രക്ഷിക്കാനല്ല യേശു വന്നത്, യേശു പാപികളെ രക്ഷിക്കാനാണ് വന്നത്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണക്കൂട്ടി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കത്തില്ല. അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഫലത്തിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ദൈവത്തിൻ്റെ ശബ്ദമായി തീരാൻ കർത്താവ്, സ്തോത്രം, ചിലതിനെ തെരഞ്ഞെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക. സ്തോത്രം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത് അസാധ്യമായ കാര്യമായിരിക്കാം. എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ മത്തായി എന്നു പേരുള്ള അന്നത്തെ സ്തോത്രം കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാമത്തിലെ ഏറ്റവും ഒരു പ്രധാനിയായി, ഒരു സീൽ ടാക്സ് കമ്മീഷണറായി, അല്ലെങ്കിൽ സ്തോത്രം ഒരു വലിയ അധികാര പദവിയിലിരിക്കുന്ന, അന്നത്തെ ഗവൺമെന്റിനെ സേവിച്ചുകൊണ്ട് ഗവൺമെന്റിന് ലാഭം വരുത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് ദൈവം വേർതിരിച്ചത്. അവൻ പുറകോട്ടൊന്നും നോക്കിയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കിട്ടി. കർത്താവ് വിളിച്ചപ്പോൾ പിന്നെ അവിടെ നുള്ളി പറക്കാനൊന്നും നിന്നില്ല. പുറകോട്ട് തിരിഞ്ഞ് താൻ ഇതുവരെ വളർന്നു വന്നതും പഠിച്ചു വന്നതും ചെയ്തു വന്നതുമായ ഒന്നും താൻ എടുത്തില്ല. താൻ എന്തുമാത്രം എടുത്തു? പ്രൈസ് ദി ലോർഡ്. ഇതുവരെ അനീതി എഴുതിക്കൊണ്ടിരുന്ന, പ്രൈസ് ദി ലോർഡ്, ലാഭയിച്ച കൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ആ കൈയും ആ പേനയും കൊണ്ട് കർത്താവിൻ്റെ പുറകെ അതേ സ്തോത്രം വേർതിരിയുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മത്തായിയെ പോലെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, മത്തായിയെ വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ മത്തായി കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവനായി തീരുവാൻ ഇടയായി. എഴുതിയ ലേഖനങ്ങളൊക്കെ നമുക്കറിയാം. അതേ സ്തോത്രം പറയുന്നു, സിയോൻ പുത്രിയേ, നിന്റെ രാജാവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതെ, അവൻ എങ്ങനെ വരുന്നു? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇതാ അവൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്നു. മത്തായി 12:17 വായിക്കുന്നു, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ
എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. പ്രൈസലോ സ്തോത്രം. കേട്ടോണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, അവൻ എന്ത് ചെയ്യുന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിൽ അതേ ദൈവം തെരഞ്ഞെടുത്തവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന്. സ്തോത്ര. ദൈവത്തിന് അവനെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. ദൈവം അവനെ തള്ളിക്കളയത്തില്ല, ദൈവം അവനെ തകർത്ത് കളയത്തില്ല. ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം നടത്തിക്കോളും. പ്രൈസ്. എന്നിട്ട് പറയാ, ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ശേഷിപ്പുള്ള ജനത്തോട് പറയുക, എൻ്റെ പ്രിയൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. ചെറിയാൻ പ്രൈസലോ സ്തോത്രം. എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. സ്തോത്രം സ്തോത്രം. എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അതേ സ്തോത്രം സ്തോത്രം സ്തോത്രം. റീന ഫിലിപ്പ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം, എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. വിശ്വസിക്കാൻ പറ്റുമോ? പ്രൈസലോ. അയ്യോ, സാഹചര്യം നോക്കി എങ്ങനെയാ വിശ്വസിക്കുന്നേ? പ്രൈസലോ സ്തോത്രം. ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ റീന? യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലം സഹിച്ച് നിൽക്കുകയല്ലേ റീന? ആരും അനുകൂലമായിട്ടില്ലല്ലോ, ഒരു വാക്കുപോലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനില്ലല്ലോ, ഒന്ന് കൈത്താങ്ങ് തരുവാനില്ലല്ലോ. പക്ഷേ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കുമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞാൽ നീ അത് വിശ്വസിച്ചാൽ മതി. നീ മനുഷ്യ ശബ്ദത്തെ വിശ്വസിക്കരുത്. എന്നിട്ട് പറയുക, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് മത്തായി അവിടെ എഴുതിയതെങ്കിലും നമ്മളോടുള്ള ബന്ധത്തിൽ നാം അവനെ കൈക്കൊണ്ടത് കൊണ്ടും അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ടും അവനെ ആശ്രയിച്ചത് കൊണ്ടും എനിക്ക് നിങ്ങൾക്കും അസാധ്യമായി നിൽക്കുന്ന വിഷയമാ. പരിശുദ്ധാത്മ പറയുന്നു, സ്തോത്രം സ്തോത്രം, എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. പ്രൈസലോ സ്തോത്രം. അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. സ്തോത്രം സ്തോത്രം. എന്ന് പറഞ്ഞാൽ പ്രൈസലോ സ്തോത്രം, അലങ്കോലപ്പെട്ട് രാഷ്ട്രീയം വിളിച്ച് കള്ളും കുടിച്ച് ദുർമാർഗ രീതിയിൽ എന്നെ കേൾക്കുന്ന ഇവിടെ ഇപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവവൈതലിനോട് പരിശുദ്ധാത്മ പറയുക, അവരെ ഞാൻ അതിൽ നിന്ന് വേർതിരിക്കും. സ്തോത്രം. സത്യാരാധനയ്ക്ക് വേണ്ടി വരാതെ സ്വന്തം ഇഷ്ടത്തിൽ, സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ആലോചനയിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നി നടക്കുന്ന ചിലതിനെ ഞാൻ വേർതിരിച്ചു കൊണ്ടുവരും. അത് അസാധ്യമായ കാര്യമാണ്. ഇതിന്റെ നടത്തിപ്പുകാർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ചില മാനസാന്തരപ്പെടാത്ത ജീവിതങ്ങളെ നോക്കിക്കൊണ്ട്, ചില തകർന്ന കുടുംബങ്ങളെ നോക്കിക്കൊണ്ട്, ആശയറ്റ ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കത്തക്കവണ്ണം ചിതറിക്കിടക്കുന്നതിനെ ദൈവം ശേഖരിച്ചു കൊണ്ടുവരും. എന്നിട്ട് പറയുന്നു, തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കയില്ല. ഇനി നമുക്ക് സ്തോത്ര സഫന്യാവിലേക്ക് തന്നെ വീണ്ടും വരാം. അവിടെ പറയുന്നു, സ്തോത്ര ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ സ്തോത്രം, ദൈവം വേർതിരിച്ചവനെ ആർക്കാ കുറ്റം ചുമത്താൻ പറ്റുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ഹല്ലേലൂയ, സ്തോത്രം. ആ 14-ാം അധ്യായത്തിന്റെ വായിക്കുക, അടുത്ത വാക്യത്തിൽ, 18-ാം വാക്യത്തിലേക്ക്, 17-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വിശ്വസിക്കാൻ പറ്റുമോ? രക്ഷിക്കുന്ന വീരനായി ദൈവം നിന്റെ മധ്യേ ഉണ്ടെന്ന് പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. നടത്തിപ്പുകാരോട് ഞാൻ ചോദിക്കുക, വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ? അവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ മധ്യത്തിലായിരിക്കുന്നത്, നിന്റെ മധ്യത്തിലായിരിക്കുന്നത്. നിന്നെയാ എനിക്ക് ആവശ്യം, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്, നിന്നെ ഞാൻ ശുദ്ധീകരിച്ച്, നീയുമായിട്ട് എനിക്ക് നിയമമുള്ളത്, നീയുമായിട്ട് എനിക്ക് ഉടമ്പടിയുള്ളത്, നീയുമായിട്ട് എനിക്ക് കാര്യമുള്ളത്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ മധ്യത്തിൽ ഞാൻ ഇരുന്ന് പ്രവർത്തിക്കും, ഉറപ്പ് തരികയാ. സ്തോത്രം സ്തോത്രം. അടുത്ത് പറയുന്നതിന്റെ മധ്യേ ഇരിക്കുന്നു, അവർ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, കോശത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായ സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. സ്തോത്രം. ഇനിയത്തെ വാക്യം ഒന്ന് വായിക്കേ, ഇനിയത്തെ ഒന്ന് വായിച്ചേ, ദൈവമക്കളൊന്ന് വായിച്ചേ. ആ 19-ാമത്തെ വാക്യം. നമ്മുടെ സമയം തീരാറായി. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ആമേൻ. നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും
ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ഇത് വചനം പോഷ്ക്ക് പറയത്തില്ലല്ലോ, ഇല്ലേ? വചനം സത്യമല്ലേ പറയുന്നത്? അപ്പൊ നോക്കിക്കേ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമില്ലേ? സ്തോത്രം. ജഗദമ്മ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടോ? യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസലോ. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ കാലത്തിടപെടും. മുടന്തി നടക്കുന്നതിനെ നോക്കിക്കേ. മത്തായി ഒരു സ്തോത്രം ചുങ്കക്കാരനായിരുന്നു, അല്ലേ? ആത്മീയനല്ല, ഭക്തനല്ല. അവൻ അന്യപ്പെട്ടവനായിരുന്നു, ചിതറിപ്പോയവനായിരുന്നു, ഒറ്റപ്പെട്ടവനായിരുന്നു. കർത്താവ് അവനെ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പകർന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പകർന്നാൽ പിന്നെ ആരാ ഡേസി വഴി നടക്കുന്നത്? ആരാ പിന്നെ നടക്കുന്നത്? ഞാൻ ഇതിനകത്തെ പേര് കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രായമൊന്നും നോക്കുന്നില്ല. ഞാൻ ആ പേര് കണ്ട് വിളിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതെ, ഇതൊക്കെ ചുമ്മാ അങ്ങ് വിളിച്ചു പറയുകയാണെന്ന് ചിന്തിക്കരുത്. പേര് കണ്ടോണ്ട് അങ്ങ് വിളിക്കുക. ആത്മ നടത്തിപ്പില്ലാതെ പേര് വിളിക്കാനും പറ്റത്തില്ല. നിങ്ങൾ സ്തോത്രം വിശ്വസിക്ക്. ഈ വചനം ഞാൻ ഇന്നലെ രാത്രിയും ഇന്നലെ രാവിലെയും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്താണ് നാളെ പ്രഭാതത്തിൽ ഞാൻ കൊടുക്കേണ്ട വചനമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് രാത്രിയിൽ എനിക്ക് തന്ന വചനം. ഈ വചനം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. സ്തോത്രം. അതുവരെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പല വചനങ്ങൾ ചിന്തിച്ചെങ്കിലും ദൈവം ഈ വചനത്തിനകത്ത് ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവിടെ പറയാ, ഹല്ലേലൂയ, സ്തോത്രം. ചിതറിപ്പോയതിനെ, ചിതറി നടക്കുന്നതിനെ, ഒറ്റപ്പെട്ട് നടക്കുന്നതിനെ, അകലം വിട്ട് നടക്കുന്നതിനെ, പ്രൈസലോ, സ്തോത്രം, സ്തോത്രം. അകലം വിട്ട് നടക്കുന്ന പത്രോസിനെ ദൈവം ചേർത്ത് പിടിച്ചു. പ്രൈസലോ, ഹല്ലേലൂയ. അകലം വിട്ടുപോയി. അത് മാത്രമല്ല, എങ്ങനെ പറഞ്ഞ്, സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കും. പ്രൈസലോ, ഹല്ലേലൂയ. സകല ഭൂമിയിലും, പ്രൈസലോ, സ്തോത്രം, ലജ്ജ നേരിട്ടതിനെ. ദൈവത്തിന് ഒരു സെക്കൻഡ് പോരെ, ഒരു സെക്കൻഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഈ 1 മണിക്കൂറൊന്നും വേണ്ട ദൈവത്തിന് പ്രവർത്തിക്കാൻ. പക്ഷെ നമ്മളൊന്ന് യഥാസ്ഥാനപ്പെടണം, നമ്മളൊന്ന് ശുദ്ധീകരിക്കപ്പെടണം, നമ്മളൊന്ന് സമർപ്പിക്കപ്പെടണം. നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട്, എന്നെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകയില്ല എന്നൊരു ഉറപ്പെടുത്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയും ഉറപ്പോടെ വന്ന് പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് സ്തോത്രം, ഈ പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അതിൻ്റെ ഇനി 14 വാക്യം കൂടെ വായിക്കുന്നു. മർക്കോസ് 2:14. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ വീണ്ടും ആ ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ കണ്ട് അവനെ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരോടും കൂടി അതേ പന്തിയിൽ ഇരുന്നു. അവനെ അനുഗമിച്ചവർ അനേകരായിരുന്നു. സ്തോത്രം. അപ്പം മത്തായിയെ വിളിച്ചു. മത്തായി കർത്താവിൻ്റെ കൂടെ ചെന്നു. മത്തായി പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ കൂടെ പല പാപികളും കൂടെ വന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ കർത്താവ് പറയാ, നീതിമാന്മാരെ രക്ഷിക്കാനല്ല ഞാൻ വന്നത്, പാപികളെ രക്ഷിക്കാനാ. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സർവ്വലോകത്തെക്കാളും വിലയേറിയത്. അനേക പാപികൾ ഇവനോട് ചേർന്ന് രക്ഷയിലേക്ക് വരാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവർ, വേർതിരിക്കപ്പെട്ടവർ, ആ നിലയിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ഈ വാക്യം വായിച്ചങ്ങ് ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിൽ ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയും ആക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ
വരുത്തുകയും ആ കാലത്ത് നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഭൂമിയിലെ സകല ജാതികളിടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് സ്തോത്രം യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഈ വാക്യം, ഈ വചനം യേശുവിൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. എനിക്കറിയത്തില്ല നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന വേദന. പ്രൈസ് ദി ലോർഡ്. ഒന്നോർക്കുക, അതേ ചതിവുള്ള നാവ് അവരിൽ ഉണ്ടാകത്തില്ല. പോഷ്കുള്ള അതേ നാവ് അവരിൽ ഉണ്ടാകത്തില്ല. വ്യാജമുള്ള കയ്യ് അവരിൽ കാണത്തില്ല. ദോഷത്തിലേക്ക് നടന്നു പോകുന്ന കാല് അവർക്കുണ്ടാകത്തില്ല. അവരെ ദൈവം ശുദ്ധീകരിച്ച്, അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച്, അവരുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, അവരുടെ സ്തോത്രം അവരെന്തൊക്കെ വിഷയം പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിലേക്ക് ഒരു ജയാളിയായി നടത്തുവാൻ ദൈവം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കലേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവത്തിൻ്റെ മാർവിലേക്ക് നമുക്കൊന്ന് ചാരാം. കർത്താവ് ഇത് പറഞ്ഞത് പോഷ്കിൻ്റെ ആത്മാവിലല്ല, ദൈവവചനമാണ് നിങ്ങളോട് സംസാരിച്ചത്. പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് വഴിയാണെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കർത്താവ് നടത്താൻ ശക്തനല്ലേ? അവൻ ഇരുട്ടത്താക്കത്തില്ല, അവൻ വെളിച്ചമായി നമ്മുടെ കൂടെയുണ്ട്. കർത്താവെ സത്യമാണ് കേട്ടോ. സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടണം. സത്യം നിങ്ങൾക്ക് ബലമായിരിക്കണം. സത്യം നിങ്ങൾക്ക് നീതിയായിരിക്കണം. സത്യം പ്രൈസ് ദി ലോർഡ് സ്തോത്രം നമുക്ക് ഒരു ശക്തിയായിരിക്കണം. സ്തോത്രം. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒത്തിരി വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിലൊക്കെയും ദൈവം നമുക്ക് ജയം തരാൻ വിശ്വസ്തനാ. പിന്നെ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അതുമാത്രമല്ല, അവർ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. യോഹന്നാൻ 17 പറയുന്നു, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന തന്നെ നിത്യജീവനാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ലേ? കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചില്ലേ? ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ ഈ പ്രതികൂലത്തിന്റെ നടുവിലും യേശുവിനെ സ്നേഹിച്ചുകൊണ്ട്, യേശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, യേശുവിന്റെ പാദപീഠം ചുംബിച്ചുകൊണ്ട്, അവന്റെ മാർവിൽ ചാരിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചില്ലേ? ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ആ ക്രൂശിൽ കിടക്കുകയല്ല, ക്രൂശിൽ നിന്ന് താഴെ അവനെ ഇറക്കി കല്ലറയിൽ കൊണ്ടുവച്ചു. കല്ലറയിൽ നിന്ന് 3-ാമത്തെ ദിവസം അവൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു വന്നു. റോമാ ഗവൺമെന്റ് മുദ്ര അവിടെ നിൽക്കുമ്പോൾ, പടയാളി അവിടെ കാവൽ നിൽക്കുമ്പോൾ, തോക്ക് അവിടെ ഇരിക്കുമ്പോൾ, അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് കർത്താവ് പുറത്തു വന്നെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങൾ പുറത്തു വരും കേട്ടോ. ഇനി ആർക്ക് നിന്നെ പൂട്ടി വെക്കാൻ പറ്റത്തില്ല, അടച്ചു വെക്കാൻ പറ്റത്തില്ല, മുദ്രയിട്ട് വെക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾ ശക്തിയോടെ പുറത്തു വരികയാ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഉയർപ്പിന്റെ ശക്തിയെ ഘോഷിച്ചുകൊണ്ട് ആ പ്രാണപ്രിയനെ അതേ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1-2 വാക്കിൽ ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നേക്ക് 46 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിറങ്ങി തിരിച്ചു. അന്ന് കർത്താവിനോട് പറഞ്ഞ 2 വാക്കുകൾ ഞാൻ മറന്നു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അത് നഷ്ടമായില്ല. ഒന്ന്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. 2, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. 3-ാമത് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിന്റെ വഴി കർത്താവിനെ ഒന്ന് വരമേൽപ്പിച്ചേ, അവനത് പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കും. ഞാൻ പറയാം, ഇന്നുവരെ 46 വർഷമായി കർത്താവ് എനിക്ക് നല്ലവനാ, വിശ്വസ്തനാ. എന്നെ വഴിതെറ്റിപ്പോകാൻ അതേ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ ചിറകടിയിൽ എന്നെ സൂക്ഷിച്ചു. മാറുവോടെന്നെ ചേർത്ത് പിടിച്ചു. ഇടം കൈ കൊണ്ട് എന്നെ ചേർത്തു, വലം കൈ കൊണ്ട് എന്നെ ആശ്ലേഷിച്ച എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനാ. ഒത്തിരി പോരാട്ടങ്ങളിലൂടെ കടന്നുപോയി, ഒത്തിരി വെല്ലുവിളിയിൽ കൂടി കടന്നുപോയി, ഒത്തിരി നിന്ദയിൽ കൂടി കടന്നുപോയി, ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയി. ആര് സഹായിക്കും, എന്ത് തിന്നും, എവിടെ താമസിക്കും, എന്തൊടുക്കും എന്നൊക്കെ ചോദിച്ച അനുഭവമുണ്ട്. ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഉറങ്ങാതെ, ആരോടും എൻ്റെ ആവശ്യം ചെന്ന് പറയാതെ, ബുദ്ധിമുട്ടും കഷ്ടവും 3 വർഷം ഒരു സാരി ഉടുത്തുകൊണ്ട് നടന്ന അനുഭവങ്ങളുണ്ട്. നല്ല ആഹാരം കഴിക്കാൻ കൊതിച്ച സന്ദർഭങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സ്ഥിതി മാറ്റിയ ദൈവം, എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും ഇന്നതൊരാശ്വാസമായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല, ദൈവം നിങ്ങളെ മറന്നു കളയത്തില്ല. എന്നെ വഴി നടത്തിയ ദൈവം നിങ്ങളെ നടത്തും. പക്ഷേ എന്ത് വേണം? നമ്മുടെ കുരുട്ട് വഴികളൊന്നും കയറല്ലേ, നമ്മൾ ഉടുക്ക് വഴിയിൽ കൂടി ഒന്നും പോകല്ലേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കുടുക്ക് വഴിയിൽ കൂടി പോയ അബ്രഹാം നോക്കിക്കേ, അതേ സ്തോത്രം സ്തോത്രം, അതേ കുറുക്ക് വഴിയിൽ കൂടി പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ജഡസന്ധി ജനിക്കേണ്ടി വന്നു. എന്നും പോരാട്ടം
ദൈവഹിതമാ. നമ്മളും കുറുക്കു വഴിയിൽ കൂടി പോയാൽ ദൈവഹിതമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നിട്ട് നമ്മൾ ശാസിച്ചാൽ പോകത്തില്ല, ഫലസിച്ചാൽ പോകത്തില്ല. കർത്താവിൽ നേരെ ചൊവ്വേ നടക്കൂ, കൃത്യമായി ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പ്രതികൂലങ്ങളുണ്ട്, സ്തോത്രം. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഇല്ലെന്ന് വിചാരിക്കരുത്, പ്രതികൂലങ്ങളുണ്ട്. ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ആദ്യം ദൈവത്തോട് അഭിഷേകം ചോദിച്ചാൽ മതി. അഭിഷേകം തന്നിട്ടേ നമ്മളെ അതിൽ കൂടി കടത്തി വിടത്തുള്ളൂ. എങ്കിലും നമുക്കൊരു ഉറപ്പിന് വേണ്ടി, അപ്പാ ഈ പരീക്ഷ ജയിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, ഈ പ്രതികൂലത്തെ ജയിക്കാനുള്ള കൃപ തരണമേ, ഈ വെളിപ്പാടിനെ പ്രാപിക്കാനുള്ള കൃപ തരണമേ, ഈ രോഗത്തെ ജയിക്കാനുള്ള കൃപ തരണമേ, ഈ വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുവാനുള്ള കൃപ തരണമേ, ഈ ശുശ്രൂഷയെ മാനിക്കണം, അതിനുള്ള കൃപ എനിക്ക് തരണമേ, അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് എത്ര പേര് ഈ പകൽക്കാലം സമർപ്പിക്കും? കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, സ്തോത്രം. എൻ്റെ യേശു എൻ്റെ അപ്പനായി മാറി, യേശു എൻ്റെ അമ്മയായി മാറി, യേശു എൻ്റെ സഹോദരനായിട്ട് മാറി, യേശു എൻ്റെ രക്ഷകൻ, എല്ലാമായി, എൻ്റെ വഴിയായി, എൻ്റെ ജീവനായി, എൻ്റെ അപ്പമായി, എൻ്റെ വസ്ത്രമായി. എനിക്ക് ആരാകണം, എന്താകണം, അതാ എൻ്റെ യേശു തീർന്നു. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്നെ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എൻ്റെ മേൽ പകർന്നു വന്നു. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. സ്തോത്രം, 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 സ്തോത്രം. അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടക്കാൻ പോവുക, ചില പർവ്വതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമഭൂമിയായി തീരുക, ചില പ്രതിസന്ധികൾ നിങ്ങളെ വിട്ടുമാറുകയാ. റികരഹസി പ്രതികൂലമായി എഴുതി വെച്ച രേഖയെ ദൈവം അനുകൂലമാക്കി തീർക്കുകയാ. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമം മഹത്വത്തിനാക്കി തീർക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കിയ കർത്താവിന്റെ ദാസി, അതേ കർത്താവിന്റെ ദാസനോട്, ആ പ്രിയപ്പെട്ടവരോട്, ആ പ്രവർത്തകരോട്, അതേ സ്തോത്രം, ഈ കൂട്ടായ്മയോട് കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണേ. ഇന്നെന്നെ കേട്ട, ഈ വചനം കേട്ട, ഈ സ്തോത്ര ദൈവശബ്ദം കേട്ട ദൈവമക്കൾ ആരും ലജ്ജിച്ചു പോകരുത്. അവരെ പിന്തുടർന്ന ഫറവോനെ, സൈന്യത്തെ ചെങ്കടൽ മുക്കിക്കളഞ്ഞു. അവരെ അതേ ചിതറിക്കിടന്നതിനെ ശേഖരിച്ചു. പ്രതികൂലമായി നിന്നിരുന്ന, ഒരിക്കലും വിശ്വാസത്തിലേക്ക് കടത്തു വരത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ ദൈവത്തെ അനുഗമിക്കുവാൻ വേണ്ടി ഈ കൂട്ടായ്മ മുഖാന്തരം ദൈവം വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നു കൊടുത്ത് സകല സത്യത്തിലും വഴി നടത്തുവാൻ ദൈവം അവരെ സഹായിക്കണമേ. അതിന് ഈ കൂട്ടായ്മയെ മുഖാന്തരമാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയും പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കണമേ. ഈ സാധുവിനും ഇങ്ങനെ ഒരു അവസരം തന്ന് നന്ദി പറയുന്നു. മഹത്വമെടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇതിന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നന്ദി പറയുന്നു. പ്രിയ സിസ്റ്ററെ, കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തമ്മിൽ പരിചയമില്ലെങ്കിലും നമ്മളെ അറിയുന്നൊരു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിന്റെ നാമത്വം എടുക്കുവാൻ കാരണമാക്കി തീർക്കട്ടെ. നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.